പറവൂരിൽ LDF വിജയിച്ചാൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി വികസനം മുരടിച്ച പറവൂരിനെ വികസനത്തിൽ ഒന്നാമതെത്തിക്കുമെന്ന് ET ടൈസൺ പറഞ്ഞു. പറവൂർ മുസ്രിസ് ഹോട്ടലിൽ നടന്ന മീറ്റ് ദി കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ET ടൈസൺ മനസ്സ് തുറന്നത്. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ബോധ്യം വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഒന്ന്, 10-25 കൊല്ലക്കാലം MLA ആയിരുന്നു. 25 കൊല്ലം MLA എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ലല്ലോ, നല്ലൊരു സമയമുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ട് ഒരു മണ്ഡലത്തെ സംരക്ഷിക്കാൻ കഴിയാൻ ആർക്കും വേണമെങ്കിലും പറ്റുന്ന സ്ഥലമാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അത് നമ്മൾ എടുക്കുമ്പോൾ കാർഷിക രംഗം പ്രത്യേകമായിട്ട് എടുക്കും, വിദ്യാഭ്യാസ രംഗം പ്രത്യേകമായിട്ട് എടുക്കും, ആരോഗ്യരംഗം പ്രത്യേകമായിട്ട് എടുക്കും, ഭൗതിക സാഹചര്യങ്ങൾ, റോഡ് പാലങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കും. പിന്നെ നമ്മുടെ പൊതുവായി മണ്ഡലത്തിൽ കാണുന്ന വികസന പ്രവർത്തനം നന്നായിട്ട് എടുക്കാൻ കഴിയും. പറവൂരിന്റെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പുത്തൻവേലിക്കര IHRD കോളേജ് സംരക്ഷിക്കും. ITI പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരും. മെട്രോ റെയിൽ പറവൂരിലേക്ക് എത്തിക്കും. കൈത്തറിയെ സംരക്ഷിക്കും. മുടങ്ങിപ്പോയ ജലോത്സവങ്ങൾ, വടംവലി എന്നിവ പുനരുജ്ജീവിപ്പിക്കും. പറവൂർ ടൗണിന്റെ മുഖച്ഛായം മാറ്റുമെന്നും ടൈസൺ പറഞ്ഞു. LDF നേതാക്കളായ TP നിതിൻ, KM ദിനകരൻ, AM ഇസ്മയിൽ എന്നിവരും മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു.